Hi students, this is an introductory video for quantum mechanics. Quantum mechanics പലപ്പോഴും പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ പലപ്പോഴും പറ്റാറില്ല. സോ അതിന് ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഒക്കെ മാത്തമാറ്റിക്കലായിട്ട് മൂവ് ചെയ്യും. അങ്ങനെയാണ്. എന്താണ് ക്വാണ്ടം മെക്കാനിക്സ്, എങ്ങനെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇൻട്രൊഡക്ഷനാണ് ഇവിടെ ചെയ്യുന്നത്. സിസ്റ്റം സയൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് തിയറിറ്റിക്കൽ സയൻസ് ആൻഡ് എക്സ്പെരിമെൻ്റൽ സയൻസ്. ഓക്കെ, തിയറിറ്റിക്കൽ സയൻസ് എന്ന് പറയുമ്പം തിയറിറ്റിക്കൽ ഇസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ഇക്വേഷൻസ് ആൻഡ് തിയറി. തിയറിറ്റിക്കൽ സയൻസ് ആയിരിക്കും. പിന്നെ എക്സ്പെരിമെൻ്റൽ സയൻസ്, ദിസ് ഈസ് based on completely on the theory, equation and so on. What about experiments? This is based on the experiments. എക്സ്പെരിമെൻ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന രീതിയിൽ. അപ്പോൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ് എക്സ്പെരിമെൻ്റൽ സയൻസ്. തിയറിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലമാറ്റിക്, മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ, ഇക്വേഷൻസ് ഡിറൈവ് ചെയ്ത് നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യാതെ ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ വെച്ച് കണ്ടുപിടിക്കുന്നതാണ് തിയറിറ്റിക്കൽ സയൻസ്. അങ്ങനെയാണ് എർത്തിൻ്റെ മാസ് കണ്ടുപിടിച്ചത്. അതുപോലെ ഇക്വേഷൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ തിയറിറ്റിക്കൽ സയൻസിൻ്റെ ഭാഗമാണ്. അത് മാസ് ഓഫ് ദ എർത്ത് കണ്ടുപിടിച്ചത്, അതുപോലെ ടെമ്പറേച്ചർ ഓഫ് ദ സൺ, ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്. ഇത് രണ്ട് ബ്രാഞ്ചുണ്ട് സയൻസിന്, എക്സ്പെരിമെൻ്റൽ സയൻസും തിയറിറ്റിക്കൽ സയൻസും. തിയറിറ്റിക്കൽ സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ തിയറി. പിന്നെ ആപ്ലിക്കേഷൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് വന്നത്. ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത് ഒരു ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത് is based on Newton's law of motion. അപ്പോൾ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ ഓഫ് മോഷൻ ഒക്കെ അറിയാൻ പറ്റുന്നുണ്ടാവും. എന്താണ് അതൊക്കെ? വെലോസിറ്റിയും എനർജിയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. വെലോസിറ്റി, എനർജി കണ്ടുപിടിക്കാൻ പറ്റും. സപ്പോസ് ഒരു കാറ് സഞ്ചരിക്കുകയാണ്, ഇല്ലെങ്കിൽ ഒരു കല്ല് നമ്മൾ എറിയുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി, അതിൻ്റെ എനർജി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എന്താണത്? ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ വെച്ചിട്ട്, ന്യൂട്ടൺ പറഞ്ഞ പ്രകാരമാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി, എനർജി കണ്ടുപിടിക്കാൻ പറ്റും. സോ ഒരു കല്ല് എറിയാണ്. അപ്പോൾ ഈ കല്ലിന് എന്താണ്? പർട്ടിക്കുലർ മാസ് ഉണ്ട്. ഇതിനൊരു പാർട്ടിക്കിൾ സ്വഭാവം മാത്രമേ ഉള്ളൂ. പാർട്ടിക്കിൾ സ്വഭാവം എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിനൊരു പാർട്ടിക്കിൾ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ. അത്തരം മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിൻ്റെ കേസിൽ ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ ഫ്രം ക്ലാസിക്കൽ മെക്കാനിക്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ക്ലാസിക്കൽ മെക്കാനിക്സ്, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ, അതിൻ്റെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും. ഇനി എന്താണ്? വാട്ട് അബൌട്ട് ഫോർ ദ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ്. മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോൺ എടുക്കുക. ഇലക്ട്രോൺ സബ് അറ്റോമിക് അല്ലേ, മൈക്രോസ്കോപ്പിക് അല്ലേ. ഇലക്ട്രോൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കേസിൽ ഒരു ഇലക്ട്രോണിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഒരു ന്യൂട്രോണിൻ്റെ കേസിൽ ഇതേ ഒരു ന്യൂട്ടൺസിൻ്റെ ലോ ഓഫ് മോഷൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് എനർജി കണ്ടുപിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടില്ല. അതായത് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടാവില്ല. സോ വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദിസ്? that this substance, microscopic substance have wave characteristics. It is dual nature ഉണ്ട്. ഓക്കെ, അതായത് ഇലക്ട്രോണിൻ്റെ കേസിൽ വേവ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് ഇൻ എഡീഷൻ ടു പാർട്ടിക്കിൾ ക്യാരക്ടർ. അതാണ് ഇലക്ട്രോണിന് കേസിൽ പാർട്ടിക്കിൾ ക്യാരക്ടർ കൂടാതെ വേവ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഡി ബ്രോഗ്ലീസ്.
ഓക്കെ, അപ്പോൾ ഡി ബ്രോഗ്ലീസ് ഇക്വേഷൻ പ്രകാരം ഇതിനെന്തുണ്ട്? പാർട്ടിക്കിൾ ക്യാരക്ടറും ഉണ്ട് പ്ലസ് വേവ് ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. സപ്പോസ് ഒരു ന്യൂക്ലിയസ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിന് ചുറ്റും ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നത് എന്തായിരിക്കും? സർക്കുലാർ പാത്തിലായിരിക്കും, ബട്ട് ഇൻ എ വേവ് മോഷൻ. ഓക്കെ, വേവ്, ഒരു വേവ് ഉണ്ട്. എന്താണ് ഈ വേവ് ക്യാരക്ടറിസ്റ്റിക്സ് ഉദ്ദേശിക്കുന്നത്? ഒരു സ്ട്രിങ് കണക്ട് ചെയ്യാം. സപ്പോസ് രണ്ട് എൻഡിൽ ഒരു സ്ട്രിങ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ജസ്റ്റ് നമ്മളൊന്ന് കൈകൊണ്ടൊന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും അല്ലേ? അതാണ് അതിനൊരു എന്താണ്, ഇപ്പം വയലിൻ്റെ ഒരു സ്ട്രിങ് ആണെങ്കിലും ജസ്റ്റ് വയലിൻ അല്ലെങ്കിൽ ഗിറ്റാറിൻ്റെ ഒക്കെ ഒരു സ്ട്രിങ് നമ്മളെടുത്ത് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു വൈബ്രേഷൻ ഉണ്ടാവും. അതാണ് വേവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വേവ് ലൈക്ക് ക്യാരക്ടറിസ്റ്റിക്സ്. ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് സർക്കുലാർ പാത്തിലായിരിക്കും, ബട്ട് ഇൻ വേവ് ക്യാരക്ടറിസ്റ്റിക്സ് അതിനൊരു വേവ് ക്യാരക്ടറിസ്റ്റിക് ഉണ്ടാവും. ദാറ്റ് മീൻസ് ഇതിനെന്തുണ്ടാവും? പാർട്ടിക്കിൾ സ്വഭാവം ഉണ്ടാവും, അതേപോലെ വേവ് സ്വഭാവം ഉണ്ടാവും. എന്തിൻ്റെ കേസിൽ? ഇലക്ട്രോണിന്. ഓക്കെ, അപ്പോൾ മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ. ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ തന്നെ ഐൻസ്റ്റീനും ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച കുറേ കാര്യങ്ങളും വെച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് വെച്ചിട്ട് പ്രൂവ് ചെയ്തതാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് എന്താണ്? ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് വൺ ക്വാണ്ടം ടൈനി പാക്കറ്റ്സ് ഓഫ് നോട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു ലൈറ്റിന് പാർട്ടിക്കിൾ ക്യാരക്ടറും ഉണ്ട്, അതേപോലെ വേവ് ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ മാക്സ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ഉണ്ട്. എന്താണ് മാക്സ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി? ടൈനി പാക്കറ്റ്സ് ഓഫ് എനർജി, ദാറ്റ് മീൻസ് ക്വാണ്ട. അപ്പോൾ ഒരു ക്വാണ്ട ഓഫ് എനർജി ആയിട്ടാണ് ഓരോ ലൈറ്റും ട്രാവൽ ചെയ്യുന്നത്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ എന്നുള്ള ലൈറ്റ്. അപ്പോൾ ലൈറ്റിന് പാർട്ടിക്കിൾ ക്യാരക്ടറിസ്റ്റിക്സും വേവ് ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ലൈറ്റ്, ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ പ്രകാരം ലൈറ്റിന് പാർട്ടിക്കിൾ ക്യാരക്ടറും വേവ് ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. ഓക്കെ, അതേപോലെ മാക്സ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി പറഞ്ഞു ടൈനി പാക്കറ്റ്സ് ഓഫ് എനർജി, ദാറ്റ് ഈസ് ക്വാണ്ട. ഇങ്ങനെയാണ് റേഡിയേഷൻ ട്രാവൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ലൈറ്റിന് പാർട്ടിക്കിൾ ക്യാരക്ടറും വേവ് ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്, അതേപോലെ ടൈനി പാക്കറ്റ്സ് ഓഫ് എനർജി ക്വാണ്ട ആയിട്ടാണ് അത് ട്രാവൽ ചെയ്യുന്നത് പറഞ്ഞു. ഇനി ഡി ബ്രോഗ്ലി എന്താ പറഞ്ഞത്? ഡി ബ്രോഗ്ലി ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു. ഡി ബ്രോഗ്ലി പറഞ്ഞു വെരി സ്മോൾ പാർട്ടിക്കിൾസ്, അതായത് ഇലക്ട്രോൺ പോലുള്ള മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിന് എന്തുണ്ട്? വേവ് നേച്ചറും ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്. അപ്പോൾ ലൈറ്റിനെ പോലെ തന്നെ ഇലക്ട്രോൺസിന് എന്തുണ്ട്? ഇതേപോലെ പാർട്ടിക്കിൾ സ്വഭാവമുണ്ട്, വേവ് നേച്ചറും ഉണ്ടെന്ന് പറഞ്ഞു. സോ അതുകൊണ്ടാണ് ഈ ഒരു ബ്രാഞ്ചിന് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പേര് വരാൻ കാരണം. ഇപ്പോൾ പറയുന്നത് ഞാൻ എന്താണ്? ഹൗ ദ ടേം ക്വാണ്ടം ഇൻ ക്വാണ്ടം മെക്കാനിക്സ്. ഈ നമ്മൾ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിൽ വെച്ചിട്ട് പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പേര് വന്നത്, നെയിം വന്നത് എന്നുള്ളതാണ് പറയുന്നത്. ലൈറ്റിന് ഓൾറെഡി പാർട്ടിക്കിൾ ക്യാരക്ടർ, വേവ് ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. അതിന് ക്വാണ്ട എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, മാക്സ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഓരോരുത്തരും സയൻറ്റിസ്റ്റ് പറഞ്ഞത് എടുത്ത് അതിന് ക്വാണ്ട എന്ന് പറഞ്ഞ പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ക്വാണ്ട എന്ന് പറഞ്ഞാൽ സംതിങ് റിലേറ്റഡ് വിത്ത് ലൈറ്റിനെ റിലേറ്റ് ചെയ്യുന്ന ടേമാണ് ക്വാണ്ട. സോ ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? പാർട്ടിക്കിൾ സ്വഭാവമുണ്ട്, വേവ് ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്, രണ്ട് സ്വഭാവമുണ്ട്. അതുകൊണ്ട് ഇലക്ട്രോണിനെ പഠിക്കുന്ന ഒരു ബ്രാഞ്ചിന്
നമുക്ക് ലൈറ്റ് താരതമ്യപ്പെടുത്താൻ പറ്റും ഇല്ലേ? അതായത് ഇലക്ട്രോണുകളെ ഇവിടെ ലൈറ്റുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റും. ഇലക്ട്രോണിനെ ലൈറ്റുമായിട്ട് ജസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ലൈറ്റിന് ഒരുപാട് ഇക്വേഷൻസും കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ ഇലക്ട്രോണിൻ്റെ കേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ലൈറ്റുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസും കാര്യങ്ങളും ഇലക്ട്രോണിൻ്റെ കേസിൽ അപ്ലൈ ചെയ്യാനും പറ്റും. ഇവിടെ ഇലക്ട്രോണുകളെ ലൈറ്റുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇലക്ട്രോണുകളെ ലൈറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പഠിക്കുന്നത്. സോ ദ ടേം ക്വാണ്ടം ഇൻ ക്വാണ്ടം മെക്കാനിക്സ്. എങ്ങനെയാണ് ഈ ക്വാണ്ടം എന്ന് പറഞ്ഞ ടേം ക്വാണ്ടം മെക്കാനിക്സിൽ ഒറിജിനേറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. ക്വാണ്ടം മെക്കാനിക്സ് എന്ന വേർഡ് എങ്ങനെയാണ് വന്നത്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അതുകൊണ്ട് ഫസ്റ്റിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ലൈറ്റിന് പാർട്ടിക്കിൾ സ്വഭാവവും വേവ് ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ മാക്സ് പ്ലാങ്ക് പറഞ്ഞു ടൈനി പാക്കറ്റ്സ് ഓഫ് എനർജി ക്വാണ്ടായിട്ടാണ് ഈ ലൈറ്റ് സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഈ ക്വാണ്ടം മെക്കാനിക്സിൽ ക്വാണ്ടം എന്ന് പറഞ്ഞ പേര് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ഫൈൻ. സോ നമ്മൾ പറഞ്ഞു വന്ന സ്ഥലത്തേക്ക് എത്തിക്കാം. ഇപ്പോൾ ഇലക്ട്രോണിന് ഡ്വൽ നേച്ചർ ഉണ്ട്. ഓൾറെഡി അറിയാം, ഇലക്ട്രോണിന് ഡ്വൽ നേച്ചർ ഉണ്ട്. സോ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ വെച്ച ആ ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്തപ്പം ഇലക്ട്രോണിൻ്റെ കേസിൽ എനർജി ഒന്നും ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി ഒന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ല ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ വെച്ചിട്ട്. സോ അതിനു വേണ്ടി പ്രത്യേക ഒരു ബ്രാഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദാറ്റ് ബ്രാഞ്ച് ഇസ് കോൾഡ് ക്വാണ്ടം മെക്കാനിക്സ്. അപ്പോൾ എന്തിനാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് ചോദിച്ചാൽ എന്തിനായിരിക്കും? ദാറ്റ് ഈസ് for the study of microscopic particles. Okay, in order to explain electron and other subatomic particles, a new branch is formulated known as quantum mechanics. Okay, quantum mechanics എന്ന് പറയുന്നത് ഇലക്ട്രോൺസിനെ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ്, ന്യൂട്രോൺ, ഇതിൻ്റെയൊക്കെ മൈക്രോസ്കോപ്പിക് സബാറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ കേസിൽ, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത പാർട്ടിക്കിൾസിൻ്റെ കേസിലുള്ള വെലോസിറ്റി, എനർജി, അതിനെപ്പറ്റി പഠിക്കുന്ന, വെലോസിറ്റി എനർജി മാത്രമല്ല ഇതിനെപ്പറ്റി പഠിക്കുക എന്ന് പറയാം, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൻ്റെ സ്പേഷ്യൽ പ്രോപ്പർട്ടി, ഒറിജിനേഷൻ, അപ്പോൾ അത് എവിടെ നിൽക്കുന്നു, എങ്ങനെ നിൽക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ, അതുമായി മറ്റ് ബന്ധപ്പെടുത്തി പഠിക്കുന്ന എല്ലാ കേസിനെയും, ആ ഒരു കംപ്ലീറ്റ് ബ്രാഞ്ചിനെയുമാണ് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹിയർ ഇസ് എ നോട്ട്സ് ഫോർ ദാറ്റ്. വാട്ട് ഈസ് ക്വാണ്ടം മെക്കാനിക്സ്? Module 2, Introductory Quantum Chemistry and the Quantum Mechanical Model of Atom. Science, തിയററ്റിക്കൽ സയൻസും എക്സ്പെരിമെൻ്റൽ സയൻസും ആയിട്ടുണ്ട്. തിയററ്റിക്കൽ സയൻസ് ആണ് ക്വാണ്ടം മെക്കാനിക്സ്. പിന്നെ വാട്ട് ഈസ് ക്വാണ്ടം മെക്കാനിക്സ്, എന്താണ് ക്വാണ്ടം മെക്കാനിക്സ് എന്നുള്ളത്? എന്താണ്? യൂസിങ് ക്ലാസിക്കൽ മെക്കാനിക്സ് വി ക്യാൻ സക്സസ്ഫുള്ളി ഡിസ്ക്രൈബ് പ്രോപ്പർട്ടീസ്, എനർജി, മൊമെൻറ്റം, കൈനറ്റിക് എനർജി ഓഫ് ഓൾ മാക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് ലൈക്ക് മൂവിങ് കാർ, ഫാളിങ് സ്റ്റോൺ എക്സെട്ര. ഇതൊന്നും ബൈ ഹാർട്ട് പഠിക്കാനുള്ള കാര്യമല്ല, ജസ്റ്റ് മനസ്സിലാക്കാനുള്ള കാര്യം മാത്രമാണ്. These objects have essentially particle-like character, nature. But this mechanism failed in the case of subatomic particles like electron, proton, neutron, atom, molecule also. It is because they have both wave-like and particle-like nature. De Broglie's dual nature of matter പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോൺസിനും സബatomic പാർട്ടിക്കിൾസിനും വേവ് ലൈക്ക് ആൻഡ് പാർട്ടിക്കിൾ ലൈക്ക് ക്യാരക്ടർ ഉണ്ട് എന്നുള്ളത്. സോ അതിനെ പറ്റി പഠിക്കുന്ന ആ ബ്രാഞ്ചിനെയാണ് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വാണ്ടം എന്ന് പറഞ്ഞ വേർഡ് എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തു എന്നുള്ള കാര്യവും ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഫ്രം ആൽബർട്ട് ഐൻസ്റ്റീൻസ് പാർട്ടിക്കിൾ ആൻഡ് വേവ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് മാക്സ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി, ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് ഇലക്ട്രോണിൽ ലൈറ്റുമായി താരതമ്യപ്പെടുത്തി പഠിക്കുന്നത് കൊണ്ടാണ് ക്വാണ്ടം എന്ന് പറഞ്ഞ വേർഡ് സംതിങ് റിലേറ്റഡ് വിത്ത് എന്താണ്, ലൈറ്റാണ്. അപ്പോൾ ഇലക്ട്രോണിനെ ലൈറ്റുമായിട്ട് താരതമ്യപ്പെടുത്തി പഠിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു ബ്രാഞ്ചിനെ
ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പേര് കൊടുത്തു. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം.